ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. അതുപോലെ വ്യാഴാഴ്ച ഹോളിസ്റ്റിക് ഹെൽത്തിൻ്റെ ദിവസമാണ്. ഇന്ന് നമ്മൾ വളരെ പ്രത്യേകതയുള്ള ഒരു വിഷയം, റൂട്ട്സ് ആൻഡ് വിങ്സ്. ഓമന മാമിൽ നമുക്ക് കേൾക്കാം. നമ്മളെല്ലാവരും സ്വാഗതം ചെയ്തു. അതോടൊപ്പം ഓമന ടീച്ചറെയും. ഓമന ടീച്ചർ, യു ആർ വെൽക്കം. താങ്ക് യു സർ. ഷെയർ ചെയ്തേക്കട്ടെ സാറേ? ചെയ്തു. ഓക്കെ. ഓക്കെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. സൗണ്ട് കറക്റ്റ് ആണോ സാറേ? ഓക്കെയാണ്, കറക്റ്റാണ്. കുറവുണ്ടോ? ഇല്ല, ഓക്കെയാണ്. ഓക്കെ സർ. ബഹുമാനപ്പെട്ട സാബു സാറിനും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നിവിടെ നമ്മൾ റൂട്ട്സ് ആൻഡ് വിങ്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റാണ് നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം. എനിക്ക് ഈ അവസരം നൽകിയതിന് സാബു സാറിനോടും പങ്കുചേരാൻ മനസ്സ് കാട്ടിയ എല്ലാവരോടും ആദ്യം തന്നെ നന്ദി പറയട്ടെ. സാധാരണ പോലെ പ്രസന്റേഷൻസ് ഡെഡിക്കേറ്റഡ് ടു പാരൻസ് എൻ്റെ ജീവിതത്തിന് അടിത്തറയിടുകയും ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ അവസ്ഥയിലേക്ക് എന്നെ വളർത്തുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക്, മക്കൾക്ക് ജീവിതത്തിൽ നൽകേണ്ട വേരുകളും ചിറകുകളും എന്താണെന്ന് എന്നെ പഠിപ്പിച്ചവരാണ്. അത് അന്ന് നമുക്ക് മനസ്സിലാകില്ല, ഇപ്പം മനസ്സിലാവുന്നു. റൂട്ട്സ് ആൻഡ് വിങ്സ് ഫുൾ കാണാമല്ലേ സാറേ? കാണാമല്ലോ അല്ലേ? കാണാം. ഓക്കെ സർ. ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് 2 സമ്മാനങ്ങളാണ്: ഉറച്ച വേരുകളും സ്വതന്ത്രമായ ചിറകുകളും. വേരുകൾ സുരക്ഷയും മൂല്യങ്ങളും നൽകുന്നു. ചിറകുകൾ സ്വപ്നം കാണാനും സ്വന്തം ആകാശം കണ്ടെത്താനും ധൈര്യം നൽകുന്നു. ആ മരത്തിന്റെ വേര് പോലെ ഏത് പ്രതിസന്ധിയും നേരിടാനുള്ള വേരാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ മൊബൈൽ ഫോൺ ഇങ്ങോട്ട് മേടിച്ചു വെച്ചാലോ, ഇപ്പൊ ടി വിയുടെ കേസ് അങ്ങനെ കേൾക്കുന്നില്ല, മൊബൈൽ ഫോൺ ഇങ്ങോട്ട് മേടിച്ചു വെച്ചാൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലമാണ്. നമ്മൾ ഉറച്ച മൂല്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളതൊന്നും കേൾക്കേണ്ടി വരികയില്ല. ദ കോർ ഫിലോസഫി ഒന്ന് വായിക്കാവോ സാറേ? റിബൺ വന്ന അതിന്റെ പേരെ കിടക്കും. Roots keep them grounded, wings help them reach the sky. Our ultimate role is not to restrict our adult children, but to enable their vertical climb through consistent emotional support, values, and love, providing foundational roots so children remain secure, empathetic, and mentally resilient. Freedom and trust, unlocking potential wings by respecting their emerging independent decision making. താങ്ക് യു സർ. നമ്മൾ പറഞ്ഞു, ഏത് പ്രതിസന്ധിയിലും ആ പ്രതിസന്ധി മറികടക്കാനും തളർന്നു പോകാതിരിക്കാനുമാണ് നമ്മൾ കുട്ടികളെ വളർത്തുന്നത്.
നമ്മള് മക്കളെ നമ്മുടെ ഇഷ്ടപ്രകാരം രൂപപ്പെടുത്തുകയല്ല വേണ്ടത്. മാതാപിതാക്കളുടെ ദൗത്യം അതല്ല. ആരാകണമെന്ന് കണ്ടെത്താൻ സ്നേഹവും വിശ്വാസവും അവർക്ക് നൽകി അവർ തന്നെ കണ്ടെത്തുക. ആരാകണം എന്ന് അവർ തന്നെ കണ്ടെത്തുക. അതിനുള്ള സ്നേഹവും വിശ്വാസവും കൊടുത്ത് കൂടെ നടക്കുകയാണ് രക്ഷിതാക്കൾ വേണ്ടത്. അവരെ സ്വതന്ത്രമായി പറക്കാൻ അനുവദിക്കുക. അവരുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് അവർ തന്നെ കണ്ടുപിടിച്ചു. ഖലീൽ ജിബ്രാന്റെ വാക്കുകളാണ്: യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ, യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ, ദേ കം ത്രൂ യു ബട്ട് നോട്ട് ഫ്രം യു. യു മേ ഗിവ് ദം യുവർ ലവ് ബട്ട് നോട്ട് യുവർ തോട്ട്സ്, ഫോർ ദേ ഹാവ് ദെയർ ഓൺ തോട്ട്സ്. നമുക്ക് വേരുകൾ മാത്രം നൽകാം കുട്ടികൾക്ക്. അവർ ഏത് ആകാശത്തേക്ക് പറക്കണം എന്ന് നമ്മൾ തീരുമാനിക്കരുത്. ഖലീൽ ജിബ്രാന്റെ വാക്കുകളാണ്. നമ്മുടെ ചിന്തകളെ അവരുടെ മേലെ അടിച്ചേൽപ്പിക്കരുത്. അവിടെ ഒരു അമ്പും വില്ലിന്റെ ചിത്രം കാണുന്നുണ്ടല്ലോ. നമ്മുടെ ആ വില്ലാണ്, നമ്മൾ തൊടുക്കുന്ന അമ്പാണ് കുട്ടികൾ. അവരുടെ ലക്ഷ്യത്തിലേക്ക് അവരുടെ ആകാശത്തിലേക്ക് അവർ കുതിച്ചുയർന്നോളൂ. നമ്മൾ വെറുതെ ഒന്ന് തൊടുക്കുന്നേ ഉള്ളൂ. ആ വില്ല് അമ്പിന്റെ കൂടെ പോണില്ലല്ലോ. ഉണ്ടോ? ഈ കേരള പേരൻസിനൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് അൺകണ്ടീഷണൽ ലവ് ആണ്. ഒരു അമ്മ വിചാരിക്കുന്നത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നാലാണ് സ്നേഹം. അത് അവര് ഒരുപാട് ത്യാഗം സഹിച്ചാണ് അങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അവരുടെ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച്, അവരുടെ സന്തോഷങ്ങളെല്ലാം മാറ്റിവെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. വാക്കുകൾക്ക് അതീതമായ സ്നേഹമാണത്. അത് കുറ്റമല്ല. സ്വന്തം ആരോഗ്യവും സന്തോഷവും അവർ മറക്കും. ആ ചെറിയ കുട്ടികളെ ചെറുതാകുമ്പം അങ്ങനെ അല്ലാതെ നിവർത്തിയില്ല കേട്ടോ. എനിക്ക് അനുഭവം ഉണ്ടല്ലോ. ദിനംപ്രതിയുള്ള ത്യാഗങ്ങളാണ് സ്നേഹം എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ അവർ ആ ത്യാഗം അവിടെ നിർത്തില്ല. ഒരു സ്ഥലത്തും അവർക്ക് ആ ത്യാഗത്തിനൊരു ചേഞ്ച് ഇല്ല. അവര് മക്കൾക്ക് കൊടുക്കുന്ന ജീവനാണ് അവരുടെ ത്യാഗം. ഒരു അവധിയുമില്ലാതെയാണ് അവർ ജോലി ചെയ്യുന്നത്. അവര് അവസാനം പ്രതീക്ഷിക്കുന്നത് എന്താണ് റോയ് സാറെ പ്രതീക്ഷിക്കുന്നത്? രക്ഷിതാക്കൾ അവസാനം അവർക്ക് പ്രായമാകുമ്പോൾ ഒരു സഹായമാകട്ടെ മക്കള് എന്നായിരുന്നു പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് ഇതുവരെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെ ഒരു കറക്റ്റ് സഹായം കിട്ടേണ്ട ഒരു അവസ്ഥ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയല്ല. പക്ഷെ ഇത്രയെങ്കിലും പ്രതീക്ഷയുണ്ട് അച്ഛനും അമ്മയ്ക്കും. ഒരു വിളി, അമ്മ അച്ഛ സുഖമാണോ, അത് മതി ഇപ്പോഴത്തെ പേരൻസിന്. ഇല്ലേ? ശരിയല്ലേ സാറേ? നമ്മള് ബുദ്ധിമുട്ടി അവര് സന്തോഷിക്കട്ടെ. അല്ല, നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്ന അവരുടെ ആകാശത്തിൽ കൂടെ അവർക്ക് പറക്കാൻ പറ്റില്ലല്ലോ. ഇതൊരു ഗൾഫ് ഫാദറിനെ പറ്റി പറയാതിരിക്കാൻ പറ്റിയല്ല. വർക്ക്ഡ് ഇൻ ഗൾഫ് ഫോർ ഇയേഴ്സ്, ബിൽറ്റ് ഹൗസ്, എഡ്യൂക്കേറ്റഡ് ചിൽഡ്രൻ, നൗ കോൾസ് ആർ റയർ. ഹി ഗേവ് എവരിതിങ്, നൗ ഹി വെയിറ്റ്സ്. അതങ്ങനെയാണ്. കുട്ടികൾ ചെറുതാകുമ്പം എപ്പോഴും അച്ഛനെ വിളിച്ചുകൊണ്ടിരിക്കും. അച്ഛൻ്റെ എന്താ പറയുക, കയ്യെ തൂങ്ങി മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. പക്ഷേ അവരവരുടെ കാര്യങ്ങളുമായിട്ട് ബിസിയായി വരുമ്പം ഒരു തവണ ഹലോ എന്ന് പറയാൻ പോലും സമയമില്ലാതെ വരും. ഇല്ലേ? പക്ഷെ ഈ അച്ഛൻ സ്വന്തം യൗവനവും എല്ലാ സന്തോഷങ്ങളും മരുഭൂമിയിൽ ഉരുക്കി കളഞ്ഞിട്ടാണ് ഈ മക്കളെ വളർത്തുന്നത്. അവസാനം വരുമ്പോൾ ജീവിതമേ ഇല്ലാത്ത ഒരവസ്ഥയാണ് ഈ ഗൾഫ് ഫാദറിനെ സംബന്ധിച്ചിടത്തോളം. ഒരു ഫോൺ കോൾ പോലും കിട്ടാൻ
ഇല്ലാത്ത ഒരു അവസ്ഥയിലോട്ടാണ് പോവുക. Be the example. Children follow behavior more than advice. Character influences more than control. Values are caught before they are taught. ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ്. ചെറിയ കുട്ടികൾക്ക് അച്ഛനാണ് ഹീറോ. അച്ഛനാണ് ഹീറോ. അമ്മ രണ്ടാം സ്ഥാനത്താണ് കുട്ടികൾ വളരുന്ന സമയത്ത്. അപ്പൊ അച്ഛൻ ചെയ്യുന്നതെല്ലാം അവർക്ക് ഭയങ്കര ഹീറോയിസമാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ കുട്ടികൾ അച്ഛന്മാർ പോകുന്ന പോലെ പിന്നെ ഓഫീസിലേക്ക് പോകുന്ന സാധനങ്ങളൊക്കെ എടുത്ത് നടക്കുകയൊക്കെ ചെയ്യുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇല്ലേ സാറേ? ആ ഒരു അനുകരിക്കൽ ഭയങ്കരമാണ്. അപ്പൊ കുട്ടികൾ ശ്രദ്ധിക്കുന്നത് ഉപദേശങ്ങളെക്കാളും കൂടുതൽ പെരുമാറ്റമാണ്. നമ്മുടെ പെരുമാറ്റമാണ് അവർ ശ്രദ്ധിക്കുന്നത്. നിയന്ത്രണത്തെക്കാൾ കൂടുതൽ അവരെ സ്വാധീനിക്കുന്നത് നമ്മുടെ വ്യക്തിത്വമാണ്. അപ്പൊ നമ്മുടെ മെയിൻ ജോലി എന്താണപ്പോ? എന്താണ് സർ? സാറിനെ മാത്രമേ കാണത്തുള്ളൂ. ആരെങ്കിലും ഒരു ഉത്തരം പറഞ്ഞാൽ മതി. എല്ലാവരും കൂടി നമുക്ക് ഒരുമിച്ച് പറയുമ്പം ഒരു എല്ലാവരുടെയും കൂടെ കാര്യം പോലെയാണല്ലോ ഈ സബ്ജക്റ്റ്. അവർക്ക് മോഡലാവുക മാഡം. ഓക്കെ, താങ്ക് യു സർ. നമ്മൾ അവർക്ക് മോഡൽ ആകണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വം നമ്മൾ കറക്റ്റാക്കി കൊണ്ടുവരണം, അല്ലേ? ശരിയല്ലേ സാറേ? പറഞ്ഞു കൊടുക്കുന്നതല്ല, ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുന്നതാണ് മാതൃക. പെട്ടെന്ന് ഉൾക്കൊള്ളും. പണ്ട് മുതലേ പറയുന്ന ഒരു ഉദാഹരണമാണ്, അച്ഛൻ വീട്ടിലില്ല എന്ന് പറഞ്ഞ അയാൾ വരുമ്പെന്ന് പറയുന്ന ഒരു അവസ്ഥ. അത് സാധാരണ പറഞ്ഞു മടുത്ത ഒരു ഉദാഹരണമാണ്. അത് മടുത്തെങ്കിലും ആ രീതിയിൽ നമ്മൾ കുട്ടികൾക്ക് എന്താ പറയുക, മോശം മോഡൽ കാണിച്ചു കൊടുക്കാൻ പാടില്ല. പിന്നെ നമ്മൾ പിള്ളേരോട് പറയും ഫോണിൽ നോക്കി ഭക്ഷണം കഴിക്കരുത്, ഭക്ഷണം മര്യാദയ്ക്ക് ആസ്വദിച്ച് കഴിക്കാനൊക്കെ പറയും. എന്നിട്ട് അച്ഛൻ ഫോൺ എടുത്ത് പിടിച്ച് മാത്രമേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ എങ്കിൽ എന്താണ് സംഭവിക്കുക സാറേ? ഏതെങ്കിലും ഒരു സാറ് തന്നെ ഫോളോ ചെയ്യാൻ നോക്കും. പിള്ളേർ അത് തന്നെ ഫോളോ ചെയ്യും. പക്ഷെ കുട്ടികൾ ചെയ്യരുതെന്ന് പറയുകയും നമ്മൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. The parent as a role model, living the roots. Values are caught, not taught. Children observe Children absorb and mirror actions much more than spoken rules. Demonstrate active self-care and emotional regulation. Live out fundamental values of integrity and compassion. Provide a consistent baseline of safe, secure behavior. അടുത്തൊന്ന് വായിച്ചേക്കാവോ സാറേ? Modeling adult maturity. A perfect parent does not exist. Modeling humility and growth teaches your adult child crucial life skills. Apologies sincerely when you overstep boundaries. Handle stress with objective, rational problem solving. Prioritize personal health to encourage their independent care. താങ്ക് യു സർ. ഒരു പൂർണ്ണരായ മാതാപിതാക്കളില്ല. ശരിക്കും പറഞ്ഞ പൂർണ്ണരായ കുട്ടികളുമില്ല. ആരും പൂർണ്ണരല്ല. അതാദ്യം നമ്മളും കുട്ടികളും മനസ്സിലാക്കണം. പാരൻസിന് തെറ്റുപറ്റിയാൽ പാരൻസ് കുട്ടികളോട് മാപ്പ് പറയുമോ സാറേ? കുഞ്ഞോയ് സാറേ, ആരെങ്കിലും? ഇല്ല, ഒരിക്കലും പറയില്ല. പറയല. അത് പറയാതിരിക്കുന്നത് ശരിയല്ല. നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് മോളിൽ നിന്ന് താഴോട്ട് മാപ്പ് പറയാൻ പാടില്ല, അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അതല്ല ശരി. തെറ്റ് ആർക്കും വരാം. നമുക്ക് തെറ്റ് പറ്റിയെന്ന് അവർക്ക് മനസ്സിലാകുന്ന അവസ്ഥയിൽ നമ്മൾ അവരോട് അയ്യോ
ശരിയായില്ല ഞാൻ ചെയ്തത്, സോറി എന്ന് പറയുന്നതിന് എന്താ ബുദ്ധിമുട്ട്? പറയാൻ പാടില്ലേ? അങ്ങനെ ഒരു അപ്പോഴല്ലേ അവരും സമ്പ്രദായം അങ്ങനെ ഒരു തെറ്റ് മാഡം. പറ്റുമ്പോൾ അവരും സോറി പറയാനും ക്ഷമ പഠിക്കുള്ളൂ. ശരിയല്ലേ സാറേ? ശരിയാണ്. അത് ഒരു വലിയൊരു പാടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുഞ്ഞോയ് സാർ എന്തോ പറയാൻ പോകുന്നുണ്ടല്ലോ. നമ്മൾ ശീലിച്ചു പോരുന്നത് അങ്ങനെയാണ് മാഡം. ആ ശീലം ശരിയാണോന്നാ ഞാൻ ചോദിച്ചത്. ശരിയല്ല, അത് മാറ്റിയെടുക്കണം. അതാണ് വേണ്ടത് മാഡം. അത് മാറ്റിയെടുക്കണം എന്നുള്ളത് ആണ് നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ? ഓ, അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും നന്നായിട്ട് പെരുമാറാൻ പറ്റണമെങ്കിൽ നമ്മുടെ മാനസികാരോഗ്യം നമ്മൾ നന്നായി നോക്കി മാതൃകയാവണം. നമ്മുടെ മാനസികാരോഗ്യം നമ്മൾ ശ്രദ്ധിക്കുന്നതും കുട്ടികൾക്ക് മനസ്സിലാവും. അപ്പോഴാണല്ലോ അവരും അവരുടെ മാനസികാരോഗ്യം ശ്രദ്ധിക്കുകയും സ്വയം പ്രാപ്തരാവുകയും ചെയ്യുള്ളൂ. അങ്ങനെയാണ് അവർക്ക് വൈകാരിക പക്വതയും പ്രതിസന്ധികളെ നേരിടാനുള്ള കഴിവും ഉണ്ടാകുള്ളൂ. ശരിയല്ലേ സാറേ? ഓക്കെ. ഈ വീട്ടിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ്സ് ഇൻസെക്യൂരിറ്റി. കുട്ടികളിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കും അച്ഛനും അമ്മയും കൂടി വഴക്ക് കൂടിയാൽ. കല്യാണം കഴിച്ചു, അതിന്റെ സൈഡിൽ കൂടെ മക്കളുണ്ടായി, കുറച്ച് കഴിയുമ്പോൾ മടുക്കും. അത് കഴിയുമ്പോൾ കോൺഫ്ലിക്റ്റ് തുടങ്ങും. ഈ കോൺഫ്ലിക്റ്റിന് വേണ്ടി കല്യാണം കഴിച്ച പോലെ ഒരുപാട് ഫാമിലി കാണാറുണ്ട്. ഈ ഹാർഷ് വേർഡ്സ് ലീവ് ലാസ്റ്റിംഗ് മെമ്മറീസ്, സൈലൻസ് ക്യാൻ ഹൈഡ് ഡീപ്പ് പെയിൻ. ഈ ഇതുപോലെയുള്ള കൈപ്പേറിയ വാക്കുകളും വീടുകളിലെ വഴക്കുകളും കുട്ടികളിൽ സുരക്ഷിതത്വമില്ലായ്മ ഉണ്ടാക്കും, മുറിവുകൾ ഉണ്ടാക്കും. അവര് മൗനമായിട്ടിരിക്കും. അച്ഛനും അമ്മയും വഴക്കൂടുമ്പോൾ അവർ മൗനമായിട്ടിരിക്കും. പക്ഷെ അവരുടെ മുറിവുകളുടെ വേദന അങ്ങോളം ഉണ്ടാവും. കുട്ടികളിൽ മായാത്ത മുറിവുകൾ ഉണ്ടാക്കാതിരിക്കാനുള്ള കടമ ആർക്കുണ്ട്? മനസ്സിലുണ്ട്. ആർക്കാണുള്ളത്? രക്ഷിതാക്കൾക്കില്ലേ? പറയൂ സർ, ഒരുമിച്ച് പോകുമ്പോഴാണ് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആവും. രക്ഷിതാക്കൾക്കുണ്ട് മാഡം. മുതിർന്നവർക്കെല്ലാം ഉണ്ട് മാഡം. വഴക്ക് കൂടാതിരിക്കാനും ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥ കുറവാണ്. വഴക്ക് കൂടാതിരിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധി വളരെ കുറവാണ് ആളുകൾക്ക്. ആ നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിലേ വഴക്ക് കൂടാതിരിക്കൂ. Spousal mutual respect, the marriage blueprint. The relationship between a husband and wife acts as the primary emotional mirror for the entire household. ഏത് സൈക്യാട്രിസ്റ്റുകളും എല്ലാ മഹാന്മാരും പറയുന്നത് ഈ സ്പൗസൽ മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടെങ്കിലേ കുട്ടികൾ വൈകാരിക പക്വതയോടെ വളരുകയുള്ളൂ എന്നാണ്. എവിടെ നോക്കിയോ എല്ലാവരും അതാണ് പറയുന്നത്. റിലേഷൻഷിപ്പ് മിററിംഗ്. Children learn how to navigate love, arguments, and boundaries by watching their parents. Adult to adult model. Spouses treating each other as equals prevents power imbalances and models stable partnership. United strategy. Demonstrating unified spousal respect creates a solid foundation for guiding adult children with confidence. ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് സമരാണെന്നും അവർക്ക് തമ്മിൽ ഒരു ആദരവും ബഹുമാനവും ഉണ്ടാവുകയും ചെയ്താലേ വീടിന്റെ യഥാർത്ഥമായ കണ്ണാടി ശാശ്വതമായ കണ്ണാടിയായിട്ട് നിൽക്കുള്ളൂ. മാതാപിതാക്കൾ എങ്ങനെ പെരുമാറുന്നു നോക്കിയിട്ടാണ് കുട്ടികൾ പെരുമാറുന്നത്. ഐ മീൻ, ഒരു വഴക്കുണ്ടാവും. വീടുകളിൽ ഒരു വഴക്കുമില്ലാതെ അങ്ങനെ അങ്ങോട്ട് റോസപ്പൂ വിരിച്ച പോലെ ഒന്നും ജീവിച്ചു പോകാനൊന്നും പറ്റിയില്ല. തർക്കങ്ങൾ ഉണ്ടാവും.
തർക്കങ്ങളിൽ നിന്നാണ് ശരികൾ ഉണ്ടാവുന്നത്. പക്ഷെ ആ തർക്കങ്ങൾ അവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നു, മ്യൂച്വൽ റെസ്പെക്റ്റോടെ കൈകാര്യം ചെയ്യുന്നത് കുട്ടികൾ കാണുമ്പോഴാണ് കുട്ടികൾക്ക് ആ രീതിയിൽ പെരുമാറാനുള്ള കഴിവുണ്ടാകുന്നത്. അപ്പോഴാണ് മക്കൾക്ക് സ്നേഹിക്കാനും ബന്ധങ്ങൾ നിലനിർത്താനും കഴിയുള്ളൂ. സമന്മാരായിട്ട് വളർന്നു വരുന്ന മക്കൾക്ക് ഒരു വലിയ മാതൃക കാണിച്ചു കൊടുക്കണം. എന്നാലേ കുട്ടികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകുള്ളൂ. ശരിയാണോ സാറേ? ശരിയാണ്. Understanding comes later. I walked away. Now my kids feel what I felt for years. ചെറുപ്പത്തില് അച്ഛനെ അമ്മയെ അനുസരിച്ച് അങ്ങനെ വലിയ സത്യസന്ധരായിട്ടൊന്നും അല്ല നമ്മളൊന്നും നിന്നത്. ആണോ സാറേ? അല്ല. അത് അവര് നമ്മളന്ന് കാണിച്ചത് എന്താണെന്ന് ഇപ്പം നമ്മുടെ മക്കൾ കാണിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. നമ്മൾ ചെറുപ്പത്തിൽ കാണിച്ചതാണ് ഇപ്പം നമ്മുടെ മക്കള് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ബന്ധങ്ങളില് അതിരുകൾ എപ്പോഴും ലംഘിക്കപ്പെടുന്നുണ്ട്. ഒരു വശത്ത് നിന്ന് മാത്രം സഹനവും സ്നേഹവും പ്രതീക്ഷയും വരുമ്പോഴാണ് മനുഷ്യൻ വൈകാരികമായി തളർന്നു പോകുന്നത്. ഉദാഹരണത്തിന് കുട്ടികളുടെ കാര്യം മാത്രമല്ല, സ്പൗസസ് ആണെങ്കിലും ഒരാൾ ഭയങ്കര മദ്യപാനിയാണ്, സന്ധി കഴിഞ്ഞ് വഴക്കൊക്കെ ഉണ്ടാക്കുന്നു. നമ്മൾ ഈ പറയുന്ന ഈ എന്താ പറയാ കാര്യങ്ങളൊന്നും അവിടെ നടക്കൂല. അവിടെ ഒരു വിഭാഗം സൈക്കിൾ മാത്രമേ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ നാർസിസിസ്റ്റ് ആവുകയാണ്. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യും? ഒരു നിവൃത്തിയില്ല. പിന്നെ അവിടെ സംഭവിക്കുന്നത് ഇമോഷണൽ എക്സോഷൻ തന്നെയാണ്. The walk away parent. I walked away. Now my kids feel what I felt for years. സാധാരണ എല്ലാവരും പറയും അവരുടെ മക്കൾ ആകുമ്പോൾ അവർ പഠിച്ചോളും എന്നൊക്കെ പറയുന്നത് കേൾക്കാം. When boundaries are respectedly violated and relations remain purely one-sided, മിക്ക റിലേഷൻസും ചിലപ്പം one-sided ആയിരിക്കും. A parent or child may resort to complete estrangement to protect their peace. Emotional exhaustion, chronic neglect of boundaries eventually leads to relational burnout and silence. The power of absence. Stepping away entirely forces the other party to confront the loss of a supportive parent. ഈ നമ്മൾ നേരത്തെ പറഞ്ഞു, അച്ഛന്മാരോ അമ്മമാരോ എന്തെങ്കിലും ഒരു അബദ്ധം കാണിച്ചാൽ മക്കളോട് സോറി പറയുന്ന കാര്യം പറഞ്ഞു. അമ്മമാരോട് ഒരിക്കലും മിക്കവാറും അച്ഛന്മാര് സോറി പറയുക. അതാണ് അതും കുട്ടികൾ കാണേണ്ടതാണ്. അബദ്ധവും തെറ്റുമൊക്കെ എല്ലാവർക്കും വരൂലേ, ആരും ദൈവമൊന്നും അല്ലല്ലോ. അപ്പൊ നമ്മളെടുത്തൊരു അബദ്ധം പറ്റിയാൽ ഒരു സോറി പറയാൻ തയ്യാറല്ലാത്ത ഒരവസ്ഥ ഒരു വീട്ടിലും ഉണ്ടാകാൻ പാടില്ല. അത് മാത്രമേ വീടുകളിൽ ഇപ്പൊ ഉള്ളൂ, അത് വേറെ കാര്യം. അപ്പൊ അങ്ങനെ ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള റിലേഷൻസ് ആകുമ്പോൾ മറ്റേ വിഭാഗം വൈകാരികമായി തളർന്നു പോകും. ചിലപ്പം മനഃശാന്തിക്കായിരിക്കും ചിലര് ആ ബന്ധത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായി മാറിപ്പോവും. അതുപോലെ കുട്ടികൾ മാറിപ്പോവും. ഈ വാക്കവേ വരുന്നത് ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. ഒരാളുടെ അഭാവം ഉണ്ടാകുമ്പോഴേ അവര് നൽകിയ കരുതലും സ്നേഹവും മൂല്യങ്ങളും ചിലപ്പം മറ്റുള്ളവർ തിരിച്ചറിയുന്ന ഒരവസ്ഥയുണ്ട്. ശരിയല്ലേ സാറേ? വളരെ ശരിയാണ്. അത് വേറൊരാൾക്ക് സംഭവിക്കുമ്പോൾ നാളെ എനിക്ക് സംഭവിച്ചാലോ എന്ന് ചിന്തിക്കാൻ പോലുള്ള ഒരു മര്യാദ മനുഷ്യർക്ക് കണ്ടിട്ടില്ല. Ego states in dynamics. Parent ego state. Adopting copied behaviors from our own early caregivers
operates either as the controlling parent, lecturing, micromanaging, or the nurturing parent, rescuing, shielding. നമുക്ക് പാരന്റ് ഈഗോ സ്റ്റേറ്റ് ഉണ്ട്. ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അതിനെപ്പറ്റി നല്ല ബോധ്യമുണ്ട്. അത് നമ്മുടെ രക്ഷിതാക്കളിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. ഒന്നുകിൽ കൺട്രോളിങ് പാരന്റ് ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. നമുക്കിപ്പോൾ അറിയാം കറക്റ്റായിട്ട് നമ്മുടെ രക്ഷിതാക്കൾ പെരുമാറിയ പോലെ തന്നെയാണ് ഒരുപാട് പെരുമാറ്റങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അത് കഴിയുന്നത് നർച്ചറിങ് പാരന്റിലേക്ക് മാറാൻ നമ്മൾ തയ്യാറാകണം. എന്ന് പറഞ്ഞാൽ ഉപദേശങ്ങളും മാനേജിങ്ങും മാത്രമല്ലാതെ റെസ്ക്യൂയിങ്ങും ഷീൽഡിങ്ങും ആയിരിക്കണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പാരൻസിന്റെ. അഡൽട്ട് ഈഗോ സ്റ്റേറ്റ്. അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് ആണ് ഏറ്റവും നല്ലത് പാരന്റിനെ സംബന്ധിച്ചിടത്തോളം. ദ ഒബ്ജക്റ്റീവ് ലോജിക്കൽ കമ്പ്യൂട്ടർ ഓഫ് ദ പേഴ്സണാലിറ്റി പ്രോസസ്സസ് factual data here and now, removing historical emotional triggers or ancestral bias. അപ്പോൾ വസ്തുതകളെ യുക്തിസഹമായി ചിന്തിക്കാനും പക്വമായി പെരുമാറാനും പറ്റുന്നത് അഡൽട്ട് ഈഗോ സ്റ്റേറ്റിനാണ്. അപ്പോൾ കഴിയുന്നതും നമ്മൾ കുട്ടികളോട് പെരുമാറുമ്പോൾ അഡൽട്ട് ഈഗോ സ്റ്റേറ്റിൽ പെരുമാറാൻ ശ്രമിക്കണം. ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്, റീപ്ലേയിങ് റിയാക്ഷൻസ് ഫ്രം അവർ ഓൺ. നമ്മളും കുട്ടികളോട് പെരുമാറുമ്പോൾ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എടുക്കാറുണ്ട്. റീപ്ലേയിങ്, ആരോട് പെരുമാറുമ്പോഴും നമ്മൾക്ക് ഈ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് വരുന്നുണ്ട്. റീപ്ലേയിങ് റിയാക്ഷൻസ് ഫ്രം അവർ ഓൺ ചൈൽഡ്ഹുഡ് മാനിഫെസ്റ്റ് ഐദർ ആസ് ദ അഡാപ്റ്റഡ് ചൈൽഡ്, റെബല്യസ്, ഡിഫെൻസീവ്, കൺഫേമിങ്, ഓർ ദ നാച്ചുറൽ ചൈൽഡ്, ക്രിയേറ്റീവ്, ഫ്രീ, എക്സ്പ്രസീവ്. നമ്മൾ ആ പഴയ വാശിയും റെബല്യസ്നെസ്സും ഡിഫെൻസീവ് മെക്കാനിസം ഒക്കെ എടുക്കാതെ നമ്മൾ കഴിയുന്നതും ചെറുപ്പകാലം നമ്മളിലുണ്ട്, നമ്മളത് കുറെ നാച്ചുറൽ ചൈൽഡിലേക്ക് മാറാൻ ശ്രമിക്കണം. കഴിയുന്നതും അഡൽട്ട് ഈഗോ സ്റ്റേറ്റിലാണ് നമ്മൾ ആരോടും പെരുമാറേണ്ടത്, പ്രത്യേകിച്ച് കുട്ടികളോട്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ഒരു അച്ഛനും മകനും കൂടെ ഒരുമിച്ച് എപ്പോഴും ഒരുമിച്ചിരിക്കാറുണ്ട്. ഒത്തിരി സമയം അവർ ഇരിക്കാറുണ്ട്. അപ്പൊ അച്ഛൻ പറയുന്നത് എൻ്റെ മോൻ്റെ കൂടെ ഞാൻ ഒരുപാട് സമയം ചെലവാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും ഓരോ ഫോണിലാണ്, സംസാരിക്കുന്നില്ല, കേൾക്കുന്നില്ല. പക്ഷെ അച്ഛൻ വിചാരിക്കുന്നത് ഞാൻ കൂടുതൽ സമയം എൻ്റെ മകൻ്റെ കൂടെ ചെലവാക്കുന്നുണ്ടെന്നാണ്. അപ്പൊ അച്ഛനോ അമ്മയോ സ്നേഹത്തോടെ സംസാരിക്കാൻ ആലോചിക്കുമ്പോൾ മകൻ ഫോണിലായിരിക്കും. അവർക്ക് മെസ്സേജ് അയക്കുമ്പോഴാണെങ്കിലോ, ഇനിയിപ്പം ദൂരെയുള്ള കുട്ടികൾക്ക് അച്ഛനോ അമ്മയെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ തയ്യാറായാൽ അവർക്കത് മുഴുവൻ സംസാരിക്കാൻ നേരം ഉണ്ടാവില്ല. അതിൻ്റെ ഇടയിലും നമ്മൾ അവരുടെ വികാരങ്ങൾ, അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ചില സമയങ്ങളിൽ. സന്ദേശങ്ങളുടെ ദൈർഘ്യം കുറയുമ്പോൾ അവരും നമ്മളും തമ്മിലുള്ള ബന്ധമാണ് കുറയുന്നത്. അച്ഛനും അമ്മയും നീണ്ട സന്ദേശങ്ങൾ അയക്കുമ്പോൾ കുട്ടികൾ ഓക്കെ എന്നോ ഫൈൻ എന്നോ പറയുന്ന ഒരു അവസ്ഥയിലോട്ട് ചുരുങ്ങുകയാണ്. Why it feels difficult and how to improve connection. ഫോണും തമ്മിൽ കണക്ഷൻ ഉണ്ടായാലും ഹാർട്ട് തമ്മിൽ കണക്ഷൻ ഇല്ല. Phones connect, hearts may not. We talk more, they text more. We seek conversation, they seek convenience. We hear words but miss feelings. പക്ഷെ ഒരു കാര്യമുണ്ട്, കുട്ടികൾ ചെറുതാകുമ്പം നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയാൻ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശല്യപ്പെടുത്താൻ വരുന്ന പോലെ ആണ് നമുക്ക് തോന്നുക. കുട്ടികൾ എന്തെങ്കിലുമൊക്കെ അവരെ കേൾക്കാൻ വേണ്ടി അവർ നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് അവര് ശല്യപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് തോന്നാറ്. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ അടിസ്ഥാനം. പിന്നെ നമുക്ക് അവർ നമ്മളെ കേൾക്കണം എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് വരുമ്പോൾ അവർക്ക് സമയം ഉണ്ടാവില്ല. അത് നമ്മൾ തന്നെയാണ് കുറെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. When communication decreases, distance increases.
the quality of our relationships depends not only on what we say, but from which ego state we speak. അത് നമ്മൾ പറഞ്ഞതാണ്. ഏത് ഈഗോ സ്റ്റേറ്റിലാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ റിലേഷൻഷിപ്പിന്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്. അഡൽട്ട് ടു അഡൽട്ട് റിലേഷൻഷിപ്പാണ് കുട്ടികളുമായിട്ട് നമുക്ക് വേണ്ടത്. Children grow into adults. Parents must also change the കാണുന്നില്ലല്ലോ സാറേ. ചേഞ്ച് ദ ചേഞ്ച് their റോൾ എന്നല്ലേ? എന്താ സർ? പേരൻസ് മസ്റ്റ് ഓൾസോ ചേഞ്ച് their റോൾ. ചേഞ്ച് ദ റോൾ. ഓക്കെ സാർ. പാരൻസ്, കുട്ടികൾ വളരുന്നതിനനുസരിച്ച് പാരൻസ് ആദ്യത്തെ ആ ചെറിയ കുട്ടീനെ പോറ്റി അതേ ലെവലിൽ നിൽക്കാൻ പാടില്ല. കുറച്ചും കൂടി അവര് മെന്റലി വളർന്നുകൊണ്ടിരിക്കണം. ശരീരം കൊണ്ടല്ല പാരൻസ് വളരേണ്ടത്, മാനസികമായിട്ട് അവര് നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കണം. ചെറുപ്പത്തിൽ നമ്മൾ ആജ്ഞാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മുതിരുമ്പോൾ നമ്മൾ ഉപദേശങ്ങളൊക്കെ കുറച്ച് സൗഹൃദം കാണിക്കേണ്ട അവസ്ഥയുണ്ട്. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. കുട്ടിക്കാലത്ത് നമ്മൾ കൈപിടിച്ച് നടത്തിയെങ്കിൽ ഇപ്പൊ ഇതുപോലെ തോളോട് തോൾ ചേർന്നാണ് നടക്കേണ്ടത്. അധികാരം കൊണ്ടല്ല, പരസ്പര ബഹുമാനം കൊണ്ടാണ് മുന്നോട്ടുള്ള യാത്ര വേണ്ടത്. പക്ഷെ അവർക്ക് നമ്മളോട് ആരോടെങ്കിലും ഒരുപാട് പറയാനുണ്ടാവും. അപ്പൊ അത് നമ്മൾ കേൾക്കാൻ ഇതുപോലെ ഈ ചിത്രം വളരെ കറക്റ്റാണ്. നമ്മൾ വളരെ റെഡിയായിട്ട് കേൾക്കാൻ തയ്യാറായിട്ടിരിക്കണം. ചിലപ്പം വല്ല എന്താ പറയാ, വലിയ കാര്യമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല അവർ പറയുന്നത്. അവർക്ക് അതിശയം തോന്നിയ കാര്യങ്ങൾ നമ്മുടെ ഈ പ്രായത്തിൽ നമുക്ക് അതിശയമായിരിക്കില്ല. പക്ഷെ നമ്മൾ വളരെ 100% അവരെ ഒരു സൈക്കോളജിസ്റ്റ് എങ്ങനെ കേൾക്കുന്നോ അതുപോലെ അച്ഛനും അമ്മയും കേൾക്കാൻ തയ്യാറാകണം. The journey continues, but now as companions. ഇതെല്ലാം കൂടി ചേർന്ന ഒരു വീഡിയോ ആണ്. അത് ഞാൻ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ അല്ലേ സാറേ? കേട്ടു മാഡം. ഇത്രയും ഭംഗിയായിട്ട് ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വേറൊരു സംഗതി ഇല്ല. ശരിയല്ലേ? ശരിയാ മാഡം. Give children roots of values and wings of freedom. The greatest inheritance we can leave our children is not wealth, but wisdom, values and love. നമ്മൾ വിചാരിക്കുന്നത് കുട്ടികൾക്ക് നമ്മൾ കുറേ സ്വത്തുണ്ടാക്കി കൊടുത്താൽ മതി എന്നാണ് പാരൻസ് വിചാരിക്കുന്നത്. അത് ശരിയല്ല. ഈ സ്വത്ത് അപ്പം കുട്ടികളും വിചാരിക്കും ഈ സ്വത്ത് ഏറ്റെടുക്കേണ്ടതാണ് എൻ്റെ ഡ്യൂട്ടി, എനിക്ക് വേറെ ഒരു ഡ്യൂട്ടിയും ഇല്ല. ഇവരേതായാലും കുറെ സ്വത്തുണ്ടാക്കി, അത് ഏറ്റെടുക്കാൻ ആൾ വേണമല്ലോ, അതാണ് എൻ്റെ ഡ്യൂട്ടി എന്ന് കുട്ടി വിചാരിച്ചു പോകുന്നതിൽ അത്ഭുതമുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അഭിപ്രായം പറയാവോ സാറേ? മാഡം സ്വത്ത് ഉണ്ടാക്കണം മാഡം. സ്വത്ത് വേണം, പക്ഷെ അത് മാത്രമാണ് നമ്മുടെ ജോലി എന്ന് നമ്മളും കുട്ടികളും വിചാരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിന്റെ മൂല്യം കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. When my children think of me years from now, what will they remember most? നമ്മളെ പറ്റി നമ്മുടെ കുട്ടികൾ വർഷങ്ങൾക്ക് ശേഷം ആലോചിക്കുന്നത് എന്താണ് അവർ ആലോചിക്കുന്നത്? എൻ്റെ അച്ഛനും അമ്മയും കുറെ സ്വത്തുണ്ടാക്കി എന്നുള്ളത് രണ്ടാമത്തെ കാര്യമായിരിക്കും. ശരിയാണ്. ഒരു അച്ഛനും മകനും കൂടി ഒരു നടപ്പാതയിലൂടെ നടന്നു പോകുമായിരുന്നു. അപ്പൊ അച്ഛൻ്റെ കയ്യിൽ മോൻ പിടിച്ചിട്ടുണ്ട് വിരളയില്. ഇപ്പോ ആ കുട്ടി അവര് നടന്നു ചെന്ന് ഒരു മരപ്പാലത്തിന് മേലേക്ക് പോകും. ആ മരപ്പാലം വളരെ വീതി കുറഞ്ഞതാണ്, താഴെ വെള്ളമുണ്ട്. അപ്പോ
ആ മരപ്പാലത്തിന്റെ അടുത്തെത്തിയപ്പം അച്ഛൻ പറഞ്ഞു, വീതി കുറവാണ് മോനെ, സൂക്ഷിക്കണം, എൻ്റെ കൈ മുറുക്ക പിടിച്ചോളണം എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടി പറഞ്ഞു, അല്ല അച്ഛ, എൻ്റെ കയ്യില് അച്ഛൻ പിടിച്ചാൽ മതി, ഞാൻ അച്ഛൻ്റെ കയ്യെ പിടിക്കുന്നില്ല എന്ന്. അപ്പൊ അച്ഛൻ ചോദിച്ചു, അതെന്താ രണ്ടും ഒരുപോലെയല്ലേ എന്ന് ചോദിച്ചു. അപ്പം മകൻ പറഞ്ഞു, അല്ല അച്ഛ, പെട്ടെന്നൊരു ബേജാറോ പേടിയോ വന്നാൽ ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് വിട്ടുപോകും. പക്ഷെ അച്ഛൻ എൻ്റെ കയ്യെ പിടിക്കുവാണെങ്കിൽ അച്ഛൻ എൻ്റെ കൈ വിടൂല, എന്ത് പ്രശ്നം വന്നാലും. ആ ഒരു ഉറപ്പാണ് കുട്ടികൾക്ക് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് എനിക്ക് ആ ഒരു ഉറപ്പ് തോന്നിയിട്ടുണ്ട് ഉള്ള കാലം. ഡൈനാമിക് പ്ലേ ബുക്ക്, ട്രാൻസാക്ഷൻ മോഡ്, ഈഗോ സ്റ്റേറ്റ്സ്. 3 തരം ട്രാൻസാക്ഷൻസ് ആണ്. കോംപ്ലിമെന്ററി അഡൽട്ട് ടു അഡൽട്ട് ആണ്. കോംപ്ലിമെന്ററി ഡൈനാമിക്, ഒബ്ജക്റ്റീവ് ഓപ്പൺ എൻഡഡ് ടോക്ക്, മ്യൂച്വൽ ബൗണ്ടറീസ് ആർ കാംലി ഡിസ്കസ്ഡ് ആൻഡ് റെസ്പെക്റ്റഡ്. വളരെ ഒരേ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, തർക്കങ്ങളില്ല. തർക്കങ്ങൾ ഉണ്ടെങ്കിലും അത് വളരെ മര്യാദയിൽ സംസാരിക്കുന്ന ഒരു രീതിയാണ്. റിലേഷണൽ ഔട്ട്കം, അതിന്റെ കോംപ്ലിമെന്ററി ഔട്ട്കം, സ്ട്രോങ് അഡൽട്ട് പാർട്ട്ണർഷിപ്പ് ഈക്വാലിറ്റി, അവിടെ ഒരു ഈക്വാലിറ്റി ആണുള്ളത്. ക്രോസ്ഡ്, അത് അവിടെയാണ് വഴക്കുണ്ടാകുന്നത്. പാരന്റ് ചൈൽഡ് ഒരു ട്രാപ്പാണ്. ക്രോസ്ഡ് ഡൈനാമിക്, പാരന്റ് ഇഷ്യൂസ്, അൺസോളിസിറ്റഡ് ഓർഡേഴ്സ്, അഡൽട്ട് ചൈൽഡ് റിയാക്ട്സ് ഡിഫെൻസീവ്ലി വിത്ത് ചൈൽഡ്ഹുഡ് റിബല്യൻ. ഇവിടെയാണ് റിബല്യൻ ഉണ്ടാകുന്നത്. കുട്ടികൾ വല്ലാതെ ഡിഫെൻസീവായിട്ട് സംസാരിക്കും. അതിന്റെ ഔട്ട്കം കോൺസ്റ്റന്റ് സൈക്കിൾസ് ഓഫ് ഫ്രൂട്ട്ഫുൾ ഡിസ്റ്റൻസ്, വളരെ അകൽച്ച വന്നുകൊണ്ടേയിരിക്കും. അൾട്ടീരിയർ ഹിഡൻ, അതൊരു മിക്സഡ് സ്റ്റേറ്റ് ആണ്. അവരെന്തെങ്കിലും ഒരു കുറ്റം ചെയ്താൽ യൂസിങ് ഗിൽറ്റ് ട്രിപ്സ് ഓർ പാസീവ് അഗ്രഷൻ ഡിസ്ഗൈസ്ഡ് ആസ് ലവിങ് മെറ്റേണൽ പാരന്റൽ. അൾട്ടീരിയർ ഔട്ട്കം ഇമോഷണൽ ബേൺ ഔട്ട്. ഇത് ആണ് ഈ 3-ൽ ഏതെങ്കിലും ഒന്നാണ് മിക്ക സ്ഥലത്തും സംഭവിക്കുന്നത്. നമ്മൾ ഏത് മനസ്സോടെയാണ് സംസാരിക്കുന്നത്? കാര്യമില്ലാതെ ഉപദേശിക്കുന്നുണ്ടോ? ചിലർ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുട്ടിക്ക് എന്തെങ്കിലും ഒരു കുറ്റബോധം തോന്നിപ്പിച്ച് അവരിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാൻ നോക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ്, അങ്ങനെ ഒരു ഈ കോംപ്ലിമെന്ററി അല്ലാതെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവർ വൈകാരികമായി അകന്നു പോകുന്നത്. അപ്പോഴാണ് പ്രതിരോധത്തിലാകുന്നത്. വളരെ കറക്റ്റായിട്ട് തുറന്ന് സംസാരിക്കുക, അവരുടെ തീരുമാനങ്ങളെ ബഹുമാനിക്കുക. അപ്പോഴാണ് ഒരു ഉറപ്പുള്ള ആത്മബന്ധം ഉണ്ടാകുന്നത്. ഈ ഒറ്റ രാത്രി കൊണ്ട് ഒരു ഗ്യാപ്പും ഉണ്ടാവില്ല. വളരെ പതുക്കെയാണ് ഈ ഗ്യാപ്പുകൾ ഉണ്ടാകുന്നത്. ആ പതുക്കെ ഉണ്ടാകുന്ന ഗ്യാപ്പുകൾ കുറേ കഴിയുമ്പോൾ നമ്മൾ നേരെയാക്കാൻ പോയാൽ അതുപോലെ സമയം വേണ്ടി വരും. ഫ്രം പാരന്റിങ് ടു പാർട്ട്ണർഷിപ്പ്, ഫോർ ദ പാരന്റ്, സ്റ്റെപ്പിംഗ് ഔട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ കൺട്രോൾ, സ്ട്രക്ചേഴ്സ് ടു ഇൻവൈറ്റ് ഫ്രണ്ട്ഷിപ്പ്, കൺസൾട്ടന്റ് സ്റ്റാൻസ്, ഗിവ് കൗൺസൽ. അവരാവശ്യപ്പെടുമ്പോൾ മാത്രം ഉപദേശം കൊടുക്കുക. ഓൺലി വെൻ റിക്വസ്റ്റഡ്, ആക്സെപ്റ്റ് autonomy, realize their lifestyle decisions belong entirely to them, reclaim identity, find hobbies and friendships outside of motherhood, fatherhood. വീട്ടിലല്ലാതെ പുറത്ത് അവര് ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം. പക്ഷെ നമ്മൾ അതിന് ഒന്നും എതിര് നിൽക്കുന്ന സ്വഭാവം ഉണ്ടാവരുത്. ആ കുട്ടിക്കാലത്ത് നമ്മൾ നിയന്ത്രിക്കുന്നത് പോലെ ഒരു സൗഹൃദത്തോടു കൂടി പെരുമാറേണ്ട സമയമാണിത്. അവരാവശ്യപ്പെട്ടാൽ മാത്രം ഉപദേശം കൊടുക്കുക. അവർ വന്ന് ചോദിക്കും നമ്മളോട്, ഇങ്ങനെ ആണ് അമ്മ എന്നാ ചെയ്യേണ്ടി. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ മക്കൾ വന്ന് ചോദിക്കുന്നത്, ഇങ്ങനെ സംഭവിച്ചു, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് ആ പ്രായത്തിൽ പ്രത്യേകിച്ച്. കുട്ടികൾ ചിന്തിക്കേണ്ടത് എസ്റ്റാബ്ലിഷിംഗ് ഫങ്ഷണൽ മച്യൂരിറ്റി വിത്തിൻ ദ ഫാമിലി ട്രീ. എല്ലാ ഫങ്ഷണൽ മച്യൂരിറ്റി വേണം. ഓൺ റെസ്പോൺസിബിലിറ്റി, സ്റ്റോപ്പ് ആസ്കിങ് ഫോർ പാരന്റൽ പെർമിഷൻ ഓർ വാലിഡേഷൻ.
അവരവരുടെ റെസ്പോൺസിബിലിറ്റി, അവരവരുടെ കാര്യങ്ങൾക്ക് അവരവരുടെ റെസ്പോൺസിബിലിറ്റിയോടെ ചെയ്യാനുള്ള ശ്രമം ഉണ്ടാകണം. പാരൻസ് സ്വന്തം റെസ്പോൺസിബിലിറ്റി കറക്റ്റായിട്ട് ചെയ്യുമ്പോഴേ കുട്ടികൾക്കും ആ രീതിയിലേക്ക് വളരാൻ പറ്റുള്ളൂ. കാം ബൗണ്ടറീസ്, എക്സ്പ്രസ് ലിമിറ്റേഷൻസ് യൂസിങ് ഓബ്ജക്റ്റീവ് ഐ സ്റ്റേറ്റ്മെന്റ്സ്, ഹ്യൂമനൈസ് പാരൻസ്, see your parents as flawed humans with their own complex paths. അച്ഛനും അമ്മയും ദൈവങ്ങളാന്ന് വിചാരിക്കരുത്. അവരുടെ അടുത്ത് ചെറിയ പ്രശ്നങ്ങളും തെറ്റുകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായി എന്ന് വരാം. പക്ഷെ അതൊക്കെ ഒരു അഡൽട്ട് മെന്റാലിറ്റിയിൽ കുട്ടികൾ കാണേണ്ടതാണ്. പേരന്റൽ സെൽഫ് കെയർ. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ മക്കൾ വളരുമ്പോൾ പേരൻസിന്റെ ഇടയിൽ അല്ലെങ്കിൽ പേരൻസ് മക്കളുമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ എവിടെയാണെങ്കിലും പേരൻസിന് ഏത് അവസ്ഥയിലാണെങ്കിലും മാറി നിന്ന് ശ്വാസം എടുക്കുക. നമ്മളൊരു ദീർഘശ്വാസം എടുക്കേണ്ടതാണ്. അതിൻ്റെ ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആരോഗ്യം കറക്റ്റാക്കി കൊണ്ടുപോകുന്നത് കുട്ടികളും കാണുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അവിടെ. Step away from heated conflicts immediately. Allow your nervous system to ground before engaging again. Manage expectations. ഈ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. ഒരുപാട് പ്രതീക്ഷകൾ. ഏത് കാര്യത്തിലായാലും പ്രതീക്ഷ കൂടുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുന്നത്. നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കാൻ പാടില്ല. റിലീസ് ദ നീഡ് ഫോർ യുവർ പാരന്റ് ഓർ ചൈൽഡ് ടു ബി പെർഫെക്റ്റ്. എല്ലാവരും മറ്റുള്ളവരൊക്കെ പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ വിചാരിക്കും. അലോ ദം ടു ലേൺ ആൻഡ് അഡാപ്റ്റ് അറ്റ് ദെയർ ഓൺ പേസ്. അവരെ അവരായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ആരെയും ഡോണ്ട് ലൂസ് യുവർ സെൽഫ്. നമ്മളെ നഷ്ടപ്പെടുത്തരുത്. നമ്മളെപ്പോഴും നമ്മളായിട്ട് തന്നെ നിൽക്കണം. Your parental role is part of your life, not your complete identity. Nurture your personal dreams, interests and friends. നമ്മൾ ഈ അച്ഛനാണ് അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് ഫുള്ളും കുട്ടികൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അവശത കാണിക്കുന്ന ആളുകളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെ നടത്തി നമ്മളൊരു നല്ല വ്യക്തിത്വമായി മാറി അവരെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യവും കൂടി നമുക്കുണ്ട്. അല്ലാണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ഞാനിങ്ങനെ ആയിപ്പോയി, ഞാനൊരു കോലമായിപ്പോയി എന്നൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. ശരിയാണോ സാറേ? ശരിയാ മാഡം. അങ്ങനെയുള്ള പേരൻസിനെ കണ്ടിട്ടുണ്ടോ? ചില പേരൻസ് ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് വേണ്ടി ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് ജീവിക്കുന്ന പേരൻസ് ഉണ്ട്. ചില പേരൻസ് വളരെ നീറ്റായിട്ട് പിന്നെ സ്വയം ജീവിക്കും, അതേമാതിരി മക്കളെയും വളർത്തും. അങ്ങനെയുണ്ട് മാഡം. രണ്ടാമത് പറഞ്ഞതല്ലേ കറക്റ്റ്? അതാ വേണ്ടത്. അതാണ് ശരിയായ. ആ ജീവിതം നഷ്ടപ്പെടുത്തിയവർ ഇങ്ങനെ അവസാനം വരെ പറഞ്ഞുകൊണ്ടിരിക്കൂലേ? അതെ. മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കൂലേ? അതെ. അത് അതിനെക്കാട്ടും കഷ്ടം. ഞാനിങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞ് ഇങ്ങനെ പരിതപിച്ചുകൊണ്ടേ ഇരിക്കും എപ്പോഴും. ഞാനിങ്ങനെ ആയിപ്പോയത് നിങ്ങളെയൊക്കെ പോറ്റിയതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കൂലേ? അതിങ്ങനെ മക്കൾ മുന്നിൽ പറയുന്നത് ശരിയല്ല, ഒട്ടും ശരിയല്ല. പേരൻസ് ചെയ്യുന്ന കാര്യങ്ങള് കുട്ടികൾ മനസ്സിലായിക്കോട്ടെ, അല്ലാണ്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ഇതൊക്കെ ചെയ്തു, ഇതൊക്കെ ചെയ്യുന്നതിന്റെ ആവശ്യം എന്ന് പറയേണ്ട കാര്യമില്ല. A life of our own. Our life is our responsibility. ശരിയല്ലേ? നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ വിട്ടുകൊടുക്കാൻ നമ്മൾ പഠിക്കണം. ചിലപ്പോൾ കുട്ടികൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ വിട്ടുകൊടുക്കണം, കുറെ വിട്ടുകൊടുക്കണം. പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥയിൽ വിട്ടുകൊടുക്കണം. മക്കൾ വഴി തിരഞ്ഞെടുക്കുമ്പോൾ പാരൻസ് സ്വന്തം ജീവിതം ലക്ഷ്യബോധത്തോടെ കൊണ്ടുപോകണം. ശരിയല്ലേ? നമ്മൾ നശിച്ചു കിടക്കരുത് അവിടെ. We can let go of what we cannot control and continue to live our own lives with dignity and purpose. നമ്മൾ വളരെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്ത് നിന്നു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം.
പിന്നെ ഒരു കൂട്ടരുണ്ട്, മക്കളെല്ലാം അങ്ങോട്ട് ഓരോ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അവിടെ തീർന്നു എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അവിടെ ജീവിതം തീരുകയല്ല ചെയ്യുന്നത്, അവിടെ ജീവിതം തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഇതുവരെ നിർബന്ധമായി ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നു. ഇപ്പം ആ കുറേ ഡ്യൂട്ടീസ് കഴിഞ്ഞു, നമ്മുടെ വേറൊരു ഘട്ടം തുടങ്ങുകയാണ്. അതിൻ്റെ ഇടയിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ പറ്റി ആകുലപ്പെടാതെ വിട്ടുകൊടുത്ത് നമ്മൾക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ കാര്യങ്ങളുണ്ടാവും. അതിനുവേണ്ടി നമ്മൾ ലൈഫ് പവർ ഓൺ ചെയ്യേണ്ട സമയമാണ്. ആത്മാഭിമാനത്തോടെ സ്വന്തമായ ലക്ഷ്യങ്ങളോടെ മനോഹരമായി ജീവിക്കുകയാണ് വേണ്ടത്. ശരിയാണോ? പിള്ളേർ വന്ന് നോക്കുമ്പോൾ ഇതെന്റെ അച്ഛനാണ് അമ്മയാണെന്ന് പറയാൻ പറ്റണ്ടേ? നമുക്ക് കുട്ടികൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എപ്പോൾ വേണമെങ്കിലും അഭയം തേടി വരാവുന്ന ഒരു ശാന്തമായ തീരമാണ്. ആകാശത്തേക്ക് പറന്നുയരാൻ ആവശ്യമായ ശക്തമായ ചിറകുകളും നമ്മൾ കൊടുക്കണം. അങ്ങനെ പരസ്പര ബഹുമാനത്തോടെ സുഹൃത്തുക്കളായി വേണം യാത്ര ചെയ്യാൻ. How can we transition our daily habits to foster a mutually respectful adult to adult relationship? ഇനി നമ്മൾ ചിന്തിക്കാൻ പോണത് മുതിർന്ന മക്കളുമായി പരസ്പര ബഹുമാനമുള്ള സമചിത്തതയുള്ള ഒരു നല്ല ബന്ധം, മീൻസ് അഡൽട്ട് ടു അഡൽട്ട് റിലേഷൻഷിപ്പ് വളർത്തിയെടുക്കാൻ നമ്മുടെ ദിനചര്യകളിലും പെരുമാറ്റങ്ങളിലും എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ വരുത്തേണ്ടത് എന്നാണ്. വല്ലതും പറയാനുണ്ടോ സാറേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തണ്ടേ? നമ്മൾ മാറണം, നമ്മളാണ് മാറേണ്ടത്. ആ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇത് വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ ഈ അഡൽട്ട് ടു അഡൽട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് മാറ്റമാണ് ഓരോരുത്തരും ചിന്തിക്കുക. അവരവരുടെ ഉള്ളിൽ എന്ത് മാറ്റമാണ്, അവരവരുടെ കാര്യത്തിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? അധികാരത്തിനപ്പുറം പരസ്പര സ്നേഹം, ബഹുമാനം, ബന്ധങ്ങൾ സുന്ദരമാക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എല്ലാവരും ചർച്ചയിൽ പങ്കെടുത്തു. എല്ലാവർക്കും പാർട്ടിസിപ്പേഷന് നന്ദി. കഴിഞ്ഞു. താങ്ക് യു മാം. താങ്ക് യു സർ. തീർച്ചയായിട്ടും എങ്ങനെയാണ് റൂട്ട്സ് ആൻഡ് വിങ്സ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം അത് സ്പർശിക്കുന്നു, എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അതല്ലേ? തീർച്ചയായിട്ടും പഴയ കാലത്തിൽ നിന്ന് പുതിയൊരു കാലവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ മാതാപിതാക്കളുടെ ഫലങ്ങളിൽ വരുത്തണം എന്നുള്ളതിനെ കുറിച്ച് റൂട്ട്സ് ഒക്കെ പൊട്ടിച്ച് വിങ്സ് ഒക്കെ കൊടുത്ത് വിടുന്ന ഒരു രീതി, അത് നമ്മുടെ നാട്ടിലില്ലെങ്കിൽ വിദേശങ്ങളിലൊക്കെ അങ്ങനെ ഒരു രീതിയുണ്ട്. പൂർണ്ണമായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിർത്തുന്ന രീതി. പക്ഷെ നമുക്ക് അങ്ങനെ നിർത്താൻ പറ്റുന്നില്ല ഒരിക്കലും. നമ്മളുടെ ഒരു കൾച്ചർ അങ്ങനെയാണ്. പക്ഷെ അതുകൊണ്ടും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവരവരുടേതായ ഒരു ഇൻഡിപെൻഡൻസിലേക്ക് എത്തിക്കാൻ പലപ്പോഴും പറ്റുന്നില്ല. അവരത് ആർജിച്ച് കഴിയുമ്പോൾ നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതിനൊക്കെ പലതരത്തിലുള്ള പ്രശ്നം. ഒത്തിരി വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. നമുക്ക് ചർച്ചയിലേക്ക് പോകാം. റോയ് സാർ. റൂട്ട്സ് ആൻഡ് വിങ്സ് എന്ന് പറയുമ്പോൾ നല്ല ഒരാശയത്തിൻ്റെ ബിഗിനിങ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം കുട്ടികൾക്ക് റൂട്ട് ആയിട്ട് വേണം പേരൻസ് ബിഹേവ് ചെയ്യാൻ, പെരുമാറാൻ.
അവരെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും മറ്റതിനുള്ള അവസരം കൊടുക്കുകയും അവയിൽ വേണ്ടത് ഉപദേശമല്ലാതെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് മാഡം എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ നമുക്കിപ്പോൾ വന്നിരിക്കുന്ന കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കാലഘട്ടത്തിൽ നമ്മൾ വളർന്ന സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാഹചര്യം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നതാണ് ഇതിനകത്ത് പ്രധാനമായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. പണ്ട് ഞാൻ ഒരു കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴത്തെ ഒരു പീറ്റർ എന്ന് പറയുന്ന ഒരു വേർഡ് ഞാൻ ഓർക്കുന്നു. അതിന്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ്: പ്രശ്നവുമായി കുട്ടികളുമായിട്ട് വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പെട്ടെന്ന് പ്രതികരിക്കും, ഒരു പോസ്, ദെൻ ഒരു എമ്പതി. ഇപ്പം കുട്ടിയാണ് നമ്മളും തമ്മിലുള്ള വ്യത്യാസങ്ങളും ഒക്കെ ഒരു എമ്പതി അവന് വർക്കൗട്ട് ചെയ്യുന്നത്. തുടർന്ന് ഒരു ടച്ച്, അവനെ ഒന്ന് തലോടിക്കൊണ്ട് ടച്ച്, ദെൻ എക്സ്പ്ലെയിൻ എന്താ സംഭവം ഉണ്ടായതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കുക. അതിനുശേഷം മാത്രമേ റെസ്പോണ്ട് ചെയ്യാവുള്ളൂ എന്ന് പറയുന്നവരില്ല. അപ്പോൾ അത് ഏതോ ഒരു ഞാൻ നോട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പൊ അത് വളരെ ഇതായിട്ട് തോന്നി. കാരണം നമുക്ക് പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കും, നമുക്ക് ഇഷ്ടപ്പെടാത്ത വരുമ്പോൾ നമ്മൾ പ്രതികരിക്കും. അപ്പോൾ ഒരല്പം പോസ് ചെയ്തിട്ട് മാഡം പറഞ്ഞതുപോലെ തന്നെ ഒരു ശ്വാസം, എക്സ്വാസം എന്ന് പറയുന്നത്, അത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് ചിന്തിച്ച് ഇത് ചെയ്യുന്നതായിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഞാനിത് എപ്പോഴും ഓർക്കാറുണ്ട്. ആരും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കാറില്ല. പെട്ടെന്ന് വിഷയം വരുമ്പോൾ നമ്മൾ വികാരം കൺട്രോൾ ചെയ്ത് നമ്മുടെ ധാരണ അനുസരിച്ച് അവരോട് സംസാരിക്കുകയും ചെയ്യും. അപ്പൊ അതുപോലുള്ള അകലം കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോ ഏതായാലും ഈ ഗൈഡ് ലൈൻസ് ഒക്കെ നല്ല കാര്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കും. പക്ഷെ അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. ഒരാൾ മാത്രം പോരാ, പേരൻസ് രണ്ടുപേരും ആ കാര്യത്തിൽ ശ്രദ്ധിക്കും. പിന്നെ പഴം പറഞ്ഞ ഒരു പ്രത്യേക കാര്യങ്ങൾ, ഒരു ജീവിതം കണ്ടു വളരുന്നത് പേരൻസിൻ്റെയും ബിഹേവിയർ കൊണ്ടാണ്. അവരുടെ തമ്മിലുള്ള ഒരു കുടുംബജീവിതം എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ പേരൻസിൻ്റെ ജീവിതത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ നോക്കും. അതല്ലാതെ വേറെ ഏത് കഥ വായിച്ചാലും സിനിമ കണ്ടാലും ഒന്നും അത് ശരിയാവത്തില്ല. സ്വന്തം പേരൻസിൻ്റെ ബിഹേവിയർ കോപ്പി ചെയ്താണ് നമ്മളൊരു കുടുംബജീവിതം കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റായിട്ട് മാഡത്തിൻ്റെ ഈ ക്ലാസ്സിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു. താങ്ക് യു മാഡം. ഓക്കെ, താങ്ക് യു സാർ. സിജു ഉണ്ടോ? സിജു അറിയാം. നമ്മൾ ആ പട്ടം പറപ്പിക്കുന്ന ചെറിയ ക്ലിപ്പൊക്കെ സത്യത്തിൽ എത്രമാത്രം ആശയം അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നുണ്ടല്ലേ, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാര്യം നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമെങ്കിലും ഒരിക്കലും പോലും മറക്കാൻ പറ്റാത്ത ചില ആശയങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. സിജു പറയും. നന്നായിരുന്നു. വീഡിയോ ഓഫ് ആക്കോട്ടെ, ഇട്ടാ വീഡിയോ ഓഫ് ആക്കുവാണ്. ഓക്കെ, ഓക്കെ പിന്നെ ഞാൻ ഓക്കെ അവസാനം പിന്നെ ഞാൻ ഇടയ്ക്ക് ഒന്ന് മാറിപ്പോയെങ്കിലേ ഉള്ളൂ. കോമൺ ടീച്ചറെ താങ്ക് യു സോ മച്ച്. പിന്നെ എനിക്ക് ക്ലാസ്സിൻ്റെ തുടക്കം മുതൽ ഇതുവരെ ഇരുന്ന് ഏതോ പാർക്കിൽ പോയിരുന്ന് സംസാരിക്കുന്ന കുറച്ച് പേരിരുന്ന് പാർക്കിലിരുന്ന് സംസാരിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു. അങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്ന ലെവലിനേക്കാൾ ഉപരി ഒരു നാച്ചുറൽ പാർക്കിൽ ബെഞ്ചിൽ പോയിരുന്ന് നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു പ്രതീതിയിലായിരുന്നു ഫീൽ ചെയ്തത്. അങ്ങനെ ഒരു ക്ലാസ് മോഡൽ ഒന്നുമില്ല, വളരെ നാച്ചുറൽ ആയിട്ടുള്ള ടോക്കായിരുന്നു. നന്നായിരുന്നു. പിന്നെ ടീച്ചറ് ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടിരുന്നു. പിന്നെ സോഷ്യൽ ലേണിംഗ് തിയറിയുടെ കുറച്ച് ഭാഗം എടുത്തിരുന്നു. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയുടെ കുറച്ച് ഭാഗം എല്ലാം കൂടെ മിക്സ് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് എടുത്തു. പിന്നെ ഇടയ്ക്ക് ആ വീഡിയോ ഇട്ടത് നന്നായി. പട്ടത്തിന്റെ ഒക്കെ ക്ലാസ് വേർഡ്സ് കൊണ്ട് പറയുന്നതിനേക്കാൾ വീഡിയോയിലൂടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. നന്നായിരുന്നു. പിന്നെ ആവശ്യത്തിന് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ടീച്ചർ എല്ലാം സംസാരിച്ചത്. ഒരു വാസനൻസ് കഴിഞ്ഞു.
ടീച്ചറിന്റെ രീതി അതാണോ എന്ന് എനിക്കറിയത്തില്ല. ഒരു സെനൻസ് കഴിഞ്ഞു, പിന്നെ ശ്വാസമൊക്കെ നന്നായിട്ട് എടുത്ത് അടുത്ത സെനൻസ് പറഞ്ഞു, പിന്നെ കേൾക്കുന്നവരൊന്ന് ഓരോ സെനൻസ് പറഞ്ഞിട്ടും കേൾവിക്കാർക്ക് ചിന്തിക്കാനുള്ള ഒരു സമയം കൊടുത്തിട്ടാണ് അടുത്ത സെനൻസിലേക്ക് പോയത്. നന്നായിരുന്നു. കൺഗ്രാജുലേഷൻ ടീച്ചർ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, കുഞ്ഞായി മാസ്റ്റർ. താങ്ക് യു സർ. ഓമന ടീച്ചറെ ഒരുപാട് നന്ദി ടീച്ചറെ. നമ്മളൊക്കെ ക്ലാസ് റൂമുകളിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. വലിയ ടീച്ചർമാരും അധ്യാപകന്മാരൊക്കെ വന്ന് നമ്മളെ ക്ലാസ് എടുക്കും. അതൊരു അനുഭൂതിയാണ് ഇപ്പോഴെനിക്ക് അനുഭവപ്പെട്ടത്. ടീച്ചർ വളരെ സാവകാശത്തിൽ വിശദീകരിച്ചുകൊണ്ട് കുടുംബജീവിതം, പാരന്റിങ്ങിന്റെ ഉത്തരവാദിത്തങ്ങൾ, മക്കളെ വളർത്തിയെടുക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ടീച്ചർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ചു പോയി പല കാര്യങ്ങളും. ആ പട്ടം പറപ്പിച്ചിരിക്കുന്ന ആ കഥ പറഞ്ഞപ്പോഴും അത് ടീച്ചർ വളരെ ചിന്തോദ്ദീപകമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. എപ്പോഴും അതിൻ്റെ കടിഞ്ഞാൺ നമ്മൾ പേരൻസിൻ്റെ കയ്യിൽ വേണം എന്നുള്ള ആ ഒരു പോയിന്റ്, അത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. ഇപ്പോഴ് നമുക്ക് വേണ്ടത് നമ്മൾ അഡൽട്സ് സ്റ്റേജിൽ നിന്നുകൊണ്ട് കുട്ടികളോട് പെരുമാറുക, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, വീട്ടിൽ മോഡലായിരിക്കുക നമ്മൾ. ഇതൊക്കെയാണ് പ്രധാനമായും ടീച്ചർ പറഞ്ഞത്. കുറെ കഴിയുമ്പോൾ ഇതെല്ലാം പ്രശ്നം ഞാൻ കാണുന്നത് മക്കളുടെ ആ സ്റ്റാൻഡേർഡിനനുസരിച്ച് നമുക്ക് ഉയരാൻ കഴിയാതെ പോകുന്നതാണ് ഇപ്പോഴൊരു വലിയ പ്രശ്നമായി കാണുന്നത് സാർ. മക്കൾ ടോപ്പ് ലെവലിൽ ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായാലും പഴയ കാലത്തുള്ള നമ്മളെ കാർഷിക ജീവിതവും നമ്മളെ പഴയ സമ്പ്രദായങ്ങളും എങ്ങനെയായാലും മക്കളുടെ ആ അതിലേക്ക് ഉയർന്നു വരാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാൻ മക്കൾ ശ്രമിക്കും, പക്ഷെ മക്കളെ കൂടെ പോകാൻ നമുക്ക് കഴിയാതെ പോകത്തൊരവസ്ഥയാണ് ഇപ്പം എന്നുള്ളത്. അവർ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് കഴിക്കാൻ കഴിയുന്നില്ല, അവർ പോകുന്ന സ്ഥലത്തേക്കൊക്കെ പോകാൻ കഴിയുന്നില്ല, അങ്ങനെ ചില പ്രശ്നങ്ങളും. അങ്ങനെ ഒരു വിടവ് ഇപ്പൊ പുതിയ തലമുറയും പഴയ പാരൻസും തമ്മിൽ കാണുന്നുണ്ട് സാർ. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇത് ഇന്നിപ്പോൾ കാണുന്ന ഒരു വലിയൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് കുട്ടികളെ ഈ തലമുറയെ വളർത്തി ബോധ്യപ്പെടുത്തലും ഒരു ആവശ്യമാണ്. എപ്പോഴും തലമുറകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും, പക്ഷെ മൂല്യങ്ങള്, നമ്മളുടെ ജീവിതത്തിന്റെ മഹത്വങ്ങൾ, ഇതൊക്കെ അവർക്ക് ബോധ്യപ്പെടുത്തുക എന്നല്ലാതെ എല്ലാ കാര്യങ്ങളിലും അവനക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥ വരും. ഇതിലൊരു പ്രശ്നമാണ്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കടിഞ്ഞാൺ ഇല്ലാത്ത അവസ്ഥയിൽ കുട്ടികൾ സ്വതന്ത്രമായി വിടുക എന്നുള്ള ആ ഒരു ചിന്താഗതി, അതും ഇപ്പോഴും വലിയൊരു പ്രശ്നമായിട്ടാണ് കാണുന്നത് സാർ. എവിടെ തിരിഞ്ഞാലും പ്രശ്നങ്ങളാണ്. സാമൂഹ്യ ദ്രോഹികളുടെ പ്രശ്നങ്ങൾ ചുറ്റുപാടും. ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് വേണം പാരന്റിങ്ങിന്റെ ശ്രദ്ധയും അവരെ നിയന്ത്രിക്കലും എല്ലാം. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഓമന ടീച്ചറുടെ ഈ സെഷൻ വളരെ നല്ല സെഷനായിരുന്നു മാഡം. ഒരുപാട് നന്ദി അറിയിക്കുകയാണ് മാഡം. താങ്ക് യു സർ. താങ്ക് യു സർ. ഓമന ടീച്ചർ പറഞ്ഞ പോലെ ഈ അച്ഛൻ കയ്യിൽ പിടിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ പോലെ പട്ടത്തിന്റെ ആ നൂലിന്റെ കൺട്രോള് പിള്ളേർ നമ്മുടെ കയ്യിൽ തരുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. പലപ്പോഴും നമ്മൾ നിർബന്ധപൂർവ്വം പിടിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം മാതാപിതാക്കൾ പിടിച്ചോ എന്ന് പറഞ്ഞ് മക്കൾ തരുന്ന രീതിയിലേക്ക് മാറണമെങ്കിൽ എത്രമാത്രം പേരൻസ് മാറണം എന്നുള്ളതാണ്. ഓക്കെ, എനിവേ പത്മ ജോർജ് സാർ. താങ്ക് യു സർ. ഓമന ടീച്ചറെ നല്ല ക്ലാസ്. റൂട്ട്സും പിന്നെ വിങ്സും കൊള്ളാം. അടിസ്ഥാനം നന്നാകണം, ഉറച്ചു നിൽക്കണം, പിന്നെ മേലോട്ടുള്ള വളർച്ച സുഗമമാണ്, സ്വതന്ത്രമായി വളരണം. അത് ശരിയാ. തിങ്ങി വിങ്ങി വളഞ്ഞു പോകുന്നതിനേക്കാൾ നല്ലത് സ്വതന്ത്രമായി വളരാൻ പറ്റിയാൽ ഉയരങ്ങളിലെത്താം. പറഞ്ഞു വന്നപ്പോൾ പേരൻറ്റിങ് സ്റ്റൈൽ മുഴുവനും
അതിനോട് കണക്ട് ചെയ്ത് ഈഗോ സ്റ്റേറ്റ്സും പിന്നെ ട്രാൻസാക്ഷനും ഒക്കെ വന്നു. ടിയുടെ ഏതാണ്ട് ഒരു നല്ലൊരു ഭാഗവും കവർ ചെയ്തു. സമഗ്രമായ കവറേജ്, വളരെ ഇൻഫർമേഷൻസ്. ഇന്നത്തെ കാലത്തല്ല, എക്കാലത്തും ഇത് പ്രസക്തമാണ്, ഉപകാരപ്പെടും. മക്കളെ ഇനിയും വളർത്താനിരിക്കുന്ന മാതാപിതാക്കൾക്ക് വലിയൊരു വഴികാട്ടി കൂടിയാണ്. നന്നായിരിക്കുന്നു, വളരെ സന്തോഷം, നന്ദി. ഓക്കെ, താങ്ക് യു സാർ. പത്മമാം പറയും, മേരിക്കുഞ്ഞുമാം. പത്മമാം. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. പതിവ് പോലെ തന്നെ നല്ലൊരു രീതിയിൽ ഓമന മാമിന്റെ ക്ലാസ് എല്ലാ ആഴ്ചയും ഉണ്ടാകുന്ന പോലെ തന്നെ നല്ലൊരു ചിന്തിപ്പിക്കുന്ന ക്ലാസ് ആയിരുന്നു. മാം ആദ്യം പറഞ്ഞ പോലെ മലയാളി അമ്മമാർ എനിക്ക് തോന്നുന്നു നമ്മള് ഭയങ്കരമായിട്ട്, ഞാനും അമ്മയാണ് എന്നാലും ഞാൻ പറയുന്നതാണ്, നമ്മൾ മാതൃത്വം എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇപ്പൊ പട്ടത്തിന്റെ കഥ പറഞ്ഞ പോലെ നമ്മൾ എന്നും ആ പട്ടത്തിന്റെ ചരടം പിടിച്ച് അവരെ കൺട്രോൾ ചെയ്യാന്നോന്ന് ചിലപ്പം തോന്നുന്നത് പല ഫാമിലിയിലും കാണുമ്പോൾ. അവര് ഒരു ഏജായി സ്വന്തമായിട്ട് തീരുമാനമെല്ലാം എടുക്കാൻ കൂടുതൽ ഇപ്പൊ എല്ലാം ഒരു 18 വയസ്സാണല്ലോ പറയുന്നത്. ആ ഒരു ആകുമ്പോഴേക്ക് അവർക്കൊരു ചിന്തയും അത് ആ ഒരു ലെവലിൽ അവരെത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതിപ്പം നമ്മൾ പിന്നെയും അവരെ പിന്നാലെ അവർക്ക് സഹായമായിട്ടാ നമ്മൾ അമ്മ എന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്കത് അവരൊരു ഫാമിലി ആവോ ആ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാ കഴിഞ്ഞ ജനറേഷനിൽ വെച്ചിട്ട് പലരും ജീവിതം കാണുമ്പോൾ തോന്നും. അവർക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്ത പോലെ തോന്നലുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കൊന്ന് റീതിങ്ക് ചെയ്യാം പറ്റി. ഒന്നുകൂടി നമ്മൾ മെച്ചപ്പെടണേ, എങ്ങനെയെല്ലാം ആയിരിക്കണം എന്നുള്ളൊരു നമുക്ക് ഒരു തോട്ട് വരാൻ മാമിൻ്റെ ക്ലാസ് കൊണ്ട് സാധിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ലൊരു ക്ലാസ് തന്നതിൽ താങ്ക് യു മാം. താങ്ക് യു. മദേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഓവർ കെയറിങ്ങും ഫാദേഴ്സിന്റെ തലത്ത് നിന്ന് വെരി ലെസ് കെയറിങ്ങുമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് മിക്കവാറും ഒരു കോമൺ ഐഡന്റിറ്റി. അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഒരുമാതിരി മാറും. ഓക്കെ, ഇനി മേരിക്കുഞ്ഞുമാം പറയുന്നോ? ഉദ്ബോധനം സാറ് ഉണ്ടോ? സുധോധനൻ ഡോക്ടർ ഉണ്ട്, പറയൂ. ഞാൻ ഓമന ടീച്ചറിന്റെ ക്ലാസ് ആസ്വദിച്ചു. പക്ഷേ നമ്മൾ ഈ പേരൻസും കുട്ടിയും മാത്രമല്ലല്ലോ, സമൂഹം മൊത്തത്തിൽ നിൽക്കുകയല്ലേ. അപ്പൊ ഇപ്പോ കുട്ടിയെ പേരന്റ് അച്ഛനായാലും അമ്മയായാലും തുറിച്ചു നോക്കാൻ പാടില്ല, അടിക്കാൻ പാടില്ല, ശിക്ഷിക്കാൻ പാടില്ല, നിയന്ത്രിക്കാൻ പാടില്ല. നിയന്ത്രിച്ചാൽ ഇപ്പൊ നമ്മുടെ കുഞ്ഞിനെ തന്നെ നമ്മളൊരു അടിയടിച്ചാൽ എന്നിട്ട് നമ്മുടെ വീടിന് ചുറ്റും ചാനലുകൾ വളഞ്ഞു പിടിച്ചിട്ട് ക്രൂരനായ അച്ഛൻ എന്ന് പറഞ്ഞൊക്കെ ഇത്. അതുപോലെ കുട്ടികളുടെ മേൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ കുട്ടികളെ അഴിച്ചുവിടണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. മനഃശാസ്ത്രപരമായിട്ട് അതൊക്കെ ശരിയായിരിക്കാം, അത് തിയറട്ടിക്കലായിട്ടൊക്കെ ശരിയായിരിക്കാം. പക്ഷെ നമ്മുടെ കുഞ്ഞ് നല്ല രീതിയിൽ പോകണമെങ്കിലും തെറ്റിൽ വീണ് പോകാതിരിക്കണമെങ്കിലും ഈ പട്ടത്തിന്റെ ചരട് പിടിച്ചിരിക്കുന്ന ആ ഒരു രീതിയിൽ ചില സ്ട്രിങ്സ് മുറുക്കി പിടിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. രാത്രിയിൽ അസമയത്ത് നൈറ്റ് ഡ്രൈവിങ്ങിന് പോവാണ് പെൺകുട്ടി, ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ നൈറ്റ് ഡ്രൈവിങ്ങിന് പോകുന്നു. അപ്പൊ ഇത് ഒക്കെ കാണുമ്പോൾ, അതേപോലെ സിനിമയിൽ കാണിക്കുന്നത് എന്താണ്, ഹോസ്റ്റലിൽ നിന്ന് രാത്രി പെൺകുട്ടി ചാടി മതിലിന്റെ മുകളിൽ കൂടെ കാമുകന്റെ ബൈക്കിൽ ഇരുന്നിട്ട് രാത്രി ചുറ്റി അടിച്ചിട്ട് തിരിച്ചു വരുന്നു. ഇതൊക്കെ ഭയങ്കര ഷിവൽറി സ്റ്റോറീസ് ആയിട്ടാണ് നമ്മുടെ സിനിമയിലും അതേപോലെ മീഡിയയിലും രാഷ്ട്രീയ പാർട്ടികളിലും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളും എല്ലാം പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഈ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ വ്യവസ്ഥിതിയെ തകർക്കുന്ന യുവത എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഭീകരമായ ഒരു അവസ്ഥയിൽ
കുട്ടികളെ സ്വതന്ത്രരാക്കൂ, അവരെ പിടിക്കല്ലേ, നിയന്ത്രിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മക്കളുണ്ടായി പോയത് ഏറ്റവും വലിയൊരു കുറ്റകൃത്യം പോലെയാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. ഈ ഒരു വല്ലാത്തൊരവസ്ഥയാണിത്. ഈ ഇപ്പം ഏറ്റവും സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകൾ രണ്ടുപേരും അധ്യാപകരും പേരൻസുമാണ്. കാരണം വളരെ വളരെ ദൂഷിച്ച ഒരു സമൂഹത്തിൽ കുട്ടികളെ സേഫായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്. കാരണം നമ്മളൊക്കെ ജനിച്ച് സമൂഹം നമ്മൾ നിയന്ത്രിച്ചിരുന്നു, പേരൻസ് നമ്മളെ നിയന്ത്രിച്ചിരുന്നു, ഫാമിലിയിലെ അവിഭാജ്യ ഘടകങ്ങളായിട്ടൊക്കെ നമ്മൾ മാറിയിരുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് പേരൻസിനെ വേണ്ട, ഫാമിലിയെ വേണ്ട, അവർക്ക് ഇന്ന് ഇൻ്റർനാഷണൽ ഫ്രണ്ട്സ് ഡേ ആണ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് മതി, വിവാഹം പോലും വേണ്ട. വംശവർദ്ധനവിന് ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്നത് ആവശ്യമില്ല, ഞങ്ങൾ വിവാഹത്തിന് എതിരാണ്, അഥവാ കല്യാണം കഴിച്ചാൽ തന്നെയും കുട്ടികൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് തലതിരിഞ്ഞ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. അതിന് പേരൊക്കെ കൊടുക്കുന്നുണ്ട്, ജെൻസി, കുൻസി, ആൽഫ കുട്ടി, ബീറ്റ കുട്ടി. ഒരു ആൽഫയും ബീറ്റയും കുട്ടിയൊന്നും ഇല്ല. ഇതൊക്കെ അച്ഛനും അമ്മയും നന്നായി വളർത്തിയാൽ നല്ല കുട്ടികളായിട്ടൊക്കെ വളരുന്നതാണ്. പക്ഷെ സമൂഹം സമ്മതിക്കുന്നില്ല, ഭരണകൂടങ്ങൾ സമ്മതിക്കുന്നില്ല. അതുപോലെ ഒരു വലിയ ഭീകരമായൊരവസ്ഥയാണ്. നമ്മളിതിനെ ലളിതമായിട്ട് കണ്ടിട്ട് കാര്യമൊന്നും ഇല്ല എന്നുള്ള ഒരു പഴയതരം വിശ്വാസിയാണ് ഞാൻ. ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നവരിപ്പം മാതാപിതാക്കളാണ്. കുട്ടികളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ഈ പട്ടത്തിൻ്റെ ചരട് പിടിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല അവർക്ക്. പട്ടം ഈ സ്വയം ചരട് അറ്റിച്ചിട്ട് പാറിപ്പോവുകയും അബദ്ധങ്ങളിലൊക്കെ വീണിട്ട് ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. വളരെ ഭീകരമായൊരവസ്ഥയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാം സ്വതന്ത്രമാക്കി വിടൂ, അവരെ നിയന്ത്രിക്കാനേ പാടില്ല എന്ന്, കുട്ടി സ്വയം അച്ഛൻ്റെ കയ്യിലേക്ക് കയറി പിടിച്ചോണം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒക്കെ മാറിപ്പോയിരിക്കുന്നു. എന്താ ചെയ്യുക? ഞാൻ ദുഃഖിതനാണ്, അതീവ ദുഃഖിതനാണ്. ഇന്നത്തെ പുതിയ തലമുറയുടെ പോക്കും ഒക്കെ. പേരൻസ് കുറ്റവാളികളൊന്നും അല്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ സമൂഹത്തിൻ്റെ നിയന്ത്രണങ്ങളിൽ നിന്നൊക്കെ അവരെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു. തലതിരിഞ്ഞ കുറേ കാര്യങ്ങൾ. പിന്നെ ഇതിൽ ഒരു ഒബ്സർവേഷനായിട്ട് പറയാൻ പറ്റുന്നത്, നമ്മുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകർക്ക് നിയന്ത്രണമില്ല. അധ്യാപകരെന്ന് പറഞ്ഞാൽ അവർ സെക്കൻഡ് പേരൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഈ സെക്കൻഡ് പേരൻസ് യാതൊരു തരത്തിലും ഇടപെടരുത് എന്നും പറഞ്ഞിട്ടാണ് വളർന്നത്. നമ്മളൊക്കെ കയ്യിലും ചന്തിക്കും ഒക്കെ എത്ര അടിമേടിച്ച് വളർന്നുകൊണ്ടാണ് നന്നായത് എന്ന് വിശ്വസിക്കുന്ന ഒരു പഴഞ്ചനാണ് ഞാൻ. എന്തായാലും ഓമന ടീച്ചറിൻ്റെ ക്ലാസ് ഞാൻ എൻജോയ് ചെയ്തു. ആ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് വളർന്ന സാഹചര്യമൊക്കെ ഞാൻ ആലോചിച്ച് പോവുകയായിരുന്നു ടീച്ചർ. എനിവേ, ഈ കർക്കിടക സന്ധ്യയ്ക്ക് ഇന്ന് ഇൻ്റർനാഷണൽ ഫ്രണ്ട്സ് ഡേയിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ചിന്തിക്കാനും ഇന്ന് ആലോചിക്കാനും ഒക്കെ ഒരു വിഷയം തന്നതിൽ ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു സർ. ആർക്കും ഷെയർ ചെയ്യാനുണ്ടോ? അല്ലെങ്കിൽ ഓമന ടീച്ചർ ഒന്ന് പറഞ്ഞു നിർത്തൂ. താങ്ക് യു സർ. എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരും മനസ്സ് തുറന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞു, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. കുഞ്ഞോയി സാറിനോട് ഒരു കാര്യം പറയാനുണ്ട്. സാർ അങ്ങനെ ആവശ്യമില്ലാത്ത ഒരു ബേജാറ് സാറിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരുടെ ഭക്ഷണ രീതിയും അവരുടെ ജീവിത രീതിയും ഒന്നും നമ്മൾ അനുകരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അവരുടെ ഒപ്പം നമ്മൾ ആകേണ്ട കാര്യവുമില്ല. പക്ഷെ നമ്മുടെ മൂല്യങ്ങൾ, നമ്മുടെ വ്യക്തിത്വം നമ്മൾ കീപ്പ് ചെയ്ത് അതിനെന്തായാലും ഒരു വലിയ വിലയുണ്ട്. ആ വിലയാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം സാറ് പറഞ്ഞു, ഞാൻ നല്ല ഡ്രസ്സ് ഇട്ട് ആള് ഗസ്റ്റിനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ വയലിൽ നിന്നൊക്കെ കയറി വന്ന്. സാറ് വയലിൽ നിന്ന് കയറി വരുമ്പോൾ അത് കുഴപ്പമില്ല. അന്നേരം സാറിന്റെ ആറ്റിറ്റ്യൂഡും സാറിന് അവരോടുള്ള ആ ഒരു പിന്നെ ആറ്റിറ്റ്യൂഡുമാണ് ഏറ്റവും വലുത്. അത് അല്ലാതെ നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യമില്ല സാർ. അപ്പം എല്ലാവരും ഇതിൻ്റെ അകത്ത് കുറെ കാര്യങ്ങൾ ചിന്തിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷമുണ്ട്. താങ്ക് യു സർ. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച്. നാളെ നമുക്ക് തിരുക്കുറളാണ്, അതിൻ്റെ പുതിയൊരു അധ്യായം നമുക്ക് കേൾക്കാം. സോ താങ്ക് യു മാം, താങ്ക് യു എല്ലാവർക്കും ഒരിക്കൽ കൂടി. ഈ പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ ഫ്രണ്ട്സ് ഡേയുടെ ഒരു ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൻ്റെ ആശംസകളെന്ന് പറയാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.